ഇന്ന് ഈ കേരളത്തിൽ പ്രതിവർഷം 80,000-ൽ പരം അപകടങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ 90% ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാക്കൾ. പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു കൂട്ടം യുവാക്കൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. പറടാ, ഞാനിപ്പോ നമ്മുടെ കായലിലുണ്ട്. നീ പോരും? ഹലോ, എന്താ ഞാൻ പറഞ്ഞോ? ഹലോ, ഓടാ, നമ്മുടെ രഞ്ജു പറഞ്ഞുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട്. എത്ര നേരം കൊണ്ട് വിളിക്കണടേ? അത് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയടാ. ഇലകളെല്ലാം കരിഞ്ഞു പോയി, പാവം. താക്കോല് കടലിൽ മൈലാഞ്ചി നേരം കൂടുമറന്നൊരു പ്രാവോ കൂട്ടായി മാറുന്നതാരോ പിന്നലയിൽ ലയസന്ധ്യകളിൽ ഇരുവരുമണയുന്ന തീരം ചില്ലുവാതിലിൽ പൂനിലാപ്പാളി നീന്തി വന്നുവെന്നോ ചിന്നിടും സ്നേഹരാഗ പഞ്ചമം ചേർത്തു വെച്ചതാരോ വഴിയിന്മേലെ രാപ്പാടികൾ ഞങ്ങൾക്കായി മേലാപ്പു തീർക്കും. അതിന് പിന്നിലുള്ള ഒരു എനർജറ്റിക് പവർ ഇത്രയും നോക്കണം. ഹലോ ഹലോ, ഡാ നീ എവിടെ ഇരിക്കണ്? ഞാൻ ഇപ്പൊ കോളേജിലാടാ. ഡാ നമ്മുടെ രഞ്ജുനില്ലേ, അവനെ തേച്ചിട്ട് പോയടാ. നീ പെട്ടെന്ന് വരുമോ? ഞാൻ പറയാം. ആരാടാ? വേറെ ഒന്നുമില്ല, ചെറിയൊരു ലവ് ഫെയിലിയർ. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട്. ശരി. എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചത്? വേറൊന്നുമല്ലടാ, നമ്മുടെ രഞ്ജു ഇല്ലേ, 10ാം സ്നേഹിച്ച പെണ്ണില്ലേ, സിന്ധു? അല്ല, മഞ്ജു. ഓ, അവളെ കല്യാണം ഉറപ്പിച്ചടാ വേറെ ആള്. എന്നിട്ട് അവനങ്ങോട്ട് പോയി സംഭവം അറിഞ്ഞോടാ, ഇതിലിറങ്ങി എങ്ങോട്ടോ പോയി. ഇതില്ല, ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ശരി. ഇവിടെ ആരും കാണാനും ഇല്ലല്ലോ.
മൊബൈലിൽ ബാലൻസും ഇല്ല. ഇനി വിഷമം സഹിക്കാൻ വയ്യാതെ റെയിൽവേ ട്രാക്കിലെങ്ങാനും. ഇവിടെ ഇല്ലല്ലോ. ഇനി കായലെങ്ങാനും പോയി. നീ ഇവിടെ ഇരിക്കായിരുന്ന? പിന്നെ ചത്തെന്ന് വിചാരിച്ച? നീ ഇങ്ങനെ ഡെസ്പാവാതാ പോവാൻ പറയടാ. അവള് പോയ അവളെ കുഞ്ഞമ്മ. അവള് പോയാളിയാ ഞാൻ രക്ഷപ്പെട്ടു. इस दुनिया में अगर जन्नत है तो बस यही है, यही है। सुभान अल्लाह, सुभान अल्लाह, सुभान अल्लाह, सुभान अल्लाह, सुभान अल्लाह, सुभान अल्लाह। निज़ागारी निज़ागारी सा निज़ामाना खमाया। നീ എനിക്ക് കുപ്പി എടുത്തതില്ലല്ലേ? കുപ്പിയല്ലേ അവിടെ ഇരിക്കുന്നത്? സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ ഇവിടെ പിന്നെ 1 മണിക്കൂറിനകത്ത് ഞങ്ങൾ ഇറങ്ങും. എങ്ങനെ പോയാലും വൈകിട്ട് ഇവിടെ എത്തും. എന്നാ പിന്നെ നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞാലും മറക്കില്ലല്ലേ? ഏത്? ഓ, മൊബൈൽ ഫോണല്ലേ, ഗാലക്സി അല്ലേ? നെക്സ്റ്റ് വീക്കിൽ അത് നിന്റെ കയ്യിലെത്തിരിക്കും. പോരെ? ഓക്കെ, ബൈ. എന്താ എത്ര പെട്ടെന്ന് വെച്ചോളങ്ങിയത്? അല്ലെങ്കിൽ നീ 1 മണിക്കൂർ സംസാരിക്കണല്ലേ? അളിയാ, ഒരു 10,000 രൂപ എവിടെ നിന്ന് ഒപ്പിച്ചു തരാൻ പറ്റൂ? ബെസ്റ്റ്. ഇന്നലെ അടുത്ത് കടം വാങ്ങിച്ചിട്ട് മൊബൈൽ തന്നെ റീചാർജ് ചെയ്തു. അവക്ക് പുതിയൊരു മൊബൈൽ ഫോൺ വേണം പറഞ്ഞു, ഗാലക്സി. കൊള്ളാം. ഒരു വഴിയുണ്ട്. മലർന്നിടന്ന് മേലോട്ട് നോക്കിയിരുന്നു, അപ്പ കാണാൻ ഗാലക്സി. ഗാറോക്കല്ലല്ലോ, നിന്റെ മാമന്റെ മോക്കിനല്ലേ? അതിനുള്ള കാര്യം. മാമന്റെ മോളാ? ഓളിയാ, എന്റെ സ്വന്തം മാമന്റെ മോളെ തന്നെ ഇവൻ നോക്കണത്. ഞാൻ കണ്ടിട്ട് ആ ഒരു കുറവ് അവക്കുള്ളൂ. അല്ല, എങ്ങനെയാ നീ അവളെ പരിചയപ്പെട്ടത്? ഫസ്റ്റ് കണ്ടത് എങ്ങനെ? ഫസ്റ്റ് കണ്ടത് എന്റെ ഡ്യൂട്ടി ടൈമിലാണ് ഞാൻ അവളെ ഫസ്റ്റ് കാണുന്നത്. ഡ്യൂട്ടി ടൈമോ? കൊള്ളാവുന്ന ഒരു ഒറ്റ എണ്ണത്തിനെ പോലും കണ്ടില്ല. കോവില് പോയാലും ഇതൊക്കെ തന്നെ ചിന്ത. അളി എന്റെ മാമന്റെ മോളതാ വരുന്നു. 1 മിനിറ്റ് പോരാ. മാമന്റെ മോളാ? നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. അവളെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്താണെന്നറിയില്ല. ഇനിയിപ്പോ എവന്റെ ബന്ധുവായതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചായിരിക്കാം എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. നിനക്ക് ഇത്രയും നല്ലൊരു ബന്ധുള്ള കാര്യം നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അളിയാ. എടാ മണ്ടന്മാരൻ്റെ വിളക്കെ പിറക്കെ പോണത്. ആ മണ്ടന്മാരുടെ കൂട്ടത്തിൽ ഇനി മുതൽ ഞാനും ഉണ്ട്. നീ ഇതൊന്നും നീ പറഞ്ഞ എന്റെ മാമര് പറഞ്ഞ വലിയ പ്രശ്നമാവും. അതിനല്ലേ നീ ബെസ്റ്റ്. ഇതും പറഞ്ഞുകൊണ്ടങ്ങ് ചെന്നാൽ എങ്ങനെ എന്റെ കാലിനെ അടിച്ചു കൊടുത്തിടും. ഓടെ അളിയാ, നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ പതുക്കെ അവളുടെ അടുത്ത് പോയിട്ട് പറയണം നിന്നെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീലോ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഒന്നുമില്ല, നിന്റെ മാമനെ ഓളല്ലേടായി. കൊള്ളാം, നല്ല ബെസ്റ്റ് ഐഡിയ. എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ശരി, നീ ആയതുകൊണ്ടൊരു ഫേവർ ചെയ്യാം. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെയാക്കി തന്നാൽ നിനക്ക് എൻ്റെ ഒരു ഉഗ്രം ചെലവ്. നോക്കിയിരുന്നു.
എന്നിട്ടെന്താ ഇവനല്ലേ പോയത്? അവള് സമ്മതിച്ചൊന്നുമില്ല. ഒടുവിൽ ഞാൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങേണ്ടി വന്നു. ആദ്യം കുറച്ച് പാടിവിടേണ്ടി വന്നെങ്കിലും പിന്നീട് അവളെ കൊണ്ട് നല്ലൊരു തോന്നിപ്പിച്ചു. അവക്ക് ഒരു ലൈനൊന്നുമില്ലായിരുന്നോ? ഇല്ലെന്നാണ് എന്നോട് പറയുന്നത്. സത്യമായിരിക്കും. ആന്തടാ അല്ലളിയ, നമ്മൾ ഈ ഫ്രണ്ട്സിനോടൊന്ന് കാശ് കടം ചോദിക്കുന്നവരാണ് ഒരു പെണ്ണിനോടൊന്ന് വേറെ ലൈൻ ഉണ്ടോ ചോദിക്കുന്നത്. അതെന്ത്? ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയൂ. ഇപ്പൊ എന്താ മൊബൈലാണെന്നാണ് പറയുന്നത്? ഇനി അതിന് കാശ് അങ്ങനെ ഒപ്പിക്കുമെന്ന് ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്തോന്ന്? നൈറ്റ് റൈഡേഴ്സും ടെറേസും കോമ്പറ്റീഷനിൽ ഇറങ്ങാം. അത് വേണോ? അത് മതിയടാ, അതാകുമ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവും. തീരുമാനിച്ചു. അവൻ്റെ അടുത്തൊന്ന് വിളിച്ച് പറയാം. ഹലോ ഫ്രാങ്കോ, അളിയ നിങ്ങളെ അടുത്ത കോമ്പറ്റീഷനിൽ ഞാനും കൂടി ഇറങ്ങണുണ്ട് കേട്ടാ. നമ്മളെ പാളയം മാർക്കിന്റെ അടുത്ത് എത്തി കേട്ടോ. അതെപ്പോ നിന്നെ ഉറക്കില്ല ഞാൻ. ഹലോ ഇവിടെ എത്താറായടാ, വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരെങ്കിലും ഒരു വണ്ടി വിളി. മാറി പെട്ടെന്ന്. ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ഒരാൾക്ക് പരിക്കു. എന്നും ഇതൊക്കെ തന്നെ വാർത്ത. ഇല്ലെങ്കിൽ അവനൊക്കെ പോണ പോക്കാണ്. എന്താടാ? ഒരു രക്ഷയില്ലടാ. നിനക്ക് ലൈസൻസും കൂടി ഇല്ലാത്തോണ്ട് കൊലക്കുറ്റത്തിന് കേസ് എടുത്തേക്കുന്നു. എന്ത് ചെയ്യും? എല്ലാം നീല വരുത്തി വെച്ചത്. നിന്റെ അടുത്ത് അപ്പോഴും ഞാൻ പറഞ്ഞാണ് വേണ്ടത്തെ പണിക്കൊന്നും പോകേണ്ടത്. എന്നിട്ട് കോപ്പിലെ ബൈക്കും. നിന്റെ ഈ വിവരക്കേട് കാരണം നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവന്. അതിപ്പോ നിന്റെ ലൈഫിനും ബാധിക്കാൻ പോകും. ഇക്കാര്യം അവളിറങ്ങിയോ? പിന്നെ അറിയാതെ പിന്നെ നീ അവളെയൊക്കെ അങ്ങ് മറന്നുകളാ. കൊലക്കുറ്റത്തിൽപ്പെട്ട ഒരാളോട് കൂടി ഏത് പെണ്ണ് ജീവിക്കാനാ?